വളരെ കോൺഫിഡൻസിലാണ് ഞാൻ നിൽക്കുന്നത്. കാര്യം ഞാൻ ഈ പ്രാവശ്യം കൊണ്ടുവരുന്ന സിനിമ ഒരു പോയിന്റ് പോലും എനിക്കൊരു സംശയമോ അല്ലെങ്കിൽ പേടിയോ അങ്ങനെ ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാര്യം ഈ സിനിമ ഒരു നല്ല സിനിമയായിരിക്കും. 12 കോടിയുടെയും 25 കോടിയൊക്കെ ആണെങ്കിലും കോസ്റ്റ്യൂമിന്റെ ബഡ്ജറ്റ് പറയുമ്പോൾ കോസ്റ്റ്യൂമിന് ഇത്രയോ എന്ന് ചോദിക്കുന്നത് അത് എന്തുകൊണ്ടാണെന്ന് എനിക്കും അറിയില്ല. പലപ്പോഴും അതും അതിന്റെ ഒരു ഭാഗമാണ്. ഈ സിനിമ ബഡ്ജറ്റ് കയറുമ്പോൾ കോസ്റ്റ്യൂമിനാകുമ്പോൾ മാത്രം ക്വസ്റ്റ്യൻ വരാറുണ്ട്. എന്നോടും ചോദിച്ചിട്ടുണ്ട്. ബിജു മേനോൻ പോലീസ് യൂണിഫോമിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ നിൽക്കാൻ ഒരു ഇച്ചിരി പണിയാണ്. കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആന നെറ്റിപ്പട്ടം കെട്ടി നിൽക്കണ പോലെയാണ് ബിജു മേനോൻ യൂണിഫോമിൽ നിൽക്കുന്നത്. നമുക്കൊന്നും ഫീഡ് ചെയ്യേണ്ടതില്ല. ആ രഘു അങ്ങനെയായിരിക്കും ചിന്തിക്കുക, രഘു അങ്ങനെയായിരിക്കും സംസാരിക്കുക. രഘുവിന്റെ നടത്തം പോലും സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതൊക്കെ ആസിഫ് ഡിസൈൻ ചെയ്താണ് ആ നടത്തം അങ്ങനെ നടക്കാം എന്നുള്ളത്. പിന്നെ നമുക്ക് ഓരോ സീനിലും പോയിട്ട് ഈ ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് ഫീഡ് ചെയ്യേണ്ട കാര്യമില്ല. ക്യാരക്ടർ എന്താണെന്ന് ആസിഫിന് അറിയാം. രഘു ആരാണെന്ന് ആസിഫിനോട് ചോദിച്ചാൽ ആസിഫിന് അറിയാം. ഒരു ചെറിയ ബഡ്ജറ്റ് സിനിമ വരുമ്പോൾ ആ സിനിമയ്ക്ക് പ്രേക്ഷകർ പ്രിഫറൻസ് കൊടുക്കുക എപ്പോഴും ഒരു സെക്കൻഡ് ചോയ്സ് എന്നുള്ള രീതിയിലാണ്. നമ്മൾ തിയേറ്ററിൽ കാണാൻ ആഗ്രഹിക്കുന്ന വലിയ വലിയ സിനിമകൾ, ഫെസ്റ്റിവൽ മൂഡുള്ള സിനിമകളൊക്കെയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു സിനിമ വരുമ്പോൾ ഇതിന് മുന്നേ ഉള്ള സിനിമകളൊക്കെ ഒരു ക്രൈറ്റീരിയ ആയി മാറിയേക്കാം ഈ ഇത്തരത്തിലുള്ള സിനിമ കാണുന്നതിന് വേണ്ടി. ശരിക്കും ഇതിനകത്തൊരു സീനിൽ തന്നെ ഈ അമലയുടെ ക്യാരക്ടറും ഞാനുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ രഘുവിന്റെ അടുത്തേക്ക് വരാനുള്ളൊരു ബുദ്ധിമുട്ട് അമലയുടെ മുഖത്ത് വരണം എന്നുണ്ട്. അത് എന്റെ ഗെറ്റപ്പിൽ തന്നെ അത് ശരിക്കും അമലയ്ക്ക് പകുതി ഈസി ആയി. എന്റെ അടുത്തേക്ക് ഒരു പരിധി കൂടുതൽ വരാൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ അപ്പിയറൻസിലുള്ള രഘുവിന്റെ സംസാരത്തിലും മാനറിസത്തിലും നോട്ടത്തിലും ബോഡി ലാംഗ്വേജിലും ഒക്കെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. And he has done a brilliant job. This is my personal favorite film of, character that Asif has played. പുള്ളിയുടെ കരിയറിലെ തന്നെ one of the best performances ആയിരിക്കും. ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. പറയാനേറെയുള്ളപ്പോൾ കേൾക്കാൻ ഏറെ ഇമ്പമുണ്ടാകും. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് അങ്ങനെ പവേർഡ് ബൈ ഹാർവിയോറ. ഇന്ന് ലെവൽ ക്രോസ് സിനിമാ വിശേഷങ്ങളുമായിട്ട് നായകൻ ആസിഫ് അലി, കോസ്റ്റ്യൂം ഡിസൈനർ ലിൻഡ ജീതു ആൻഡ് സംവിധായകൻ അർഫാസ് അയ്യൂബ്. നമസ്കാരം. നമസ്കാരം. ഡിയർ ആസിഫ് ക, ആദ്യമേ തന്നെ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ താങ്കളുടെ വലിയ ചിത്രങ്ങളിലെ സന്തോഷം ആദ്യമേ തന്നെ പ്രകടിപ്പിച്ചോളട്ടെ. താങ്ക് യു. കാരണം സിനിമ സ്വപ്നം കണ്ടു തുടങ്ങിയ ഒരു യാത്രയിലെ മേൽവിലാസമില്ലാതിരുന്ന ഒരു തൊടുപുഴക്കാരന് ഇന്ന് ഒരു സംവിധായകനോ എഴുത്തുകാരനോ ഒരു സിനിമ എന്നൊരു സ്വപ്നം കാണുമ്പോൾ മനസ്സിൽ വരുന്ന ആദ്യ മുഖങ്ങളിൽ ഒന്നായി താങ്കൾ മാറിയിട്ടുണ്ടെങ്കിൽ ആ വേഷങ്ങളിൽ അത് തന്നെയാണ് താങ്കളുടെ മേൽവിലാസം എന്ന് ആദ്യമേ അറിയിച്ചുകൊള്ളട്ടെ. കാരണം ഒരു മികച്ച നടൻ എന്നുള്ള എക്കാലവും തർക്കമില്ലാതെ തുടരുമ്പോഴും വലിയ ചിത്രങ്ങൾ എവിടേക്കോ താങ്കളുമായിട്ട് അകലം പാലിച്ചിട്ടുണ്ട്. പക്ഷെ 2024 വരുമ്പോൾ ആ കലണ്ടറിൽ അച്ചടിച്ച കുറേയേറെ ദിവസങ്ങൾ താങ്കളുടെ ഇത് മാത്രമായിട്ട് മാറുകയാണ്. സോ അത്തരത്തിൽ അക്കൂട്ടത്തിലേക്ക് ലെവൽ ക്രോസ് എത്തുകയാണ്. ഒരു നായകൻ എന്ന നിലയിൽ, ഒരു നടൻ നിലയിൽ അത് അടുത്തൊരു മൈൽ സ്റ്റോൺ ആയിട്ട് മാറുമോ? മാറണം. അത് തന്നെയാണ് ആഗ്രഹം. എല്ലാ സിനിമകളും ചെയ്യുന്നതും അത്തരത്തിലുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ്. സിനിമ എപ്പോഴും നമ്മൾ ഒരു സിനിമ ചെയ്യാമെന്ന് ചൂസ് ചെയ്യുന്ന ആ മൊമെന്റ് മുതൽ അതൊരു നല്ല സിനിമയാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഉറപ്പിലാണ് നമ്മൾ ആ സിനിമ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത്. അതിനുശേഷം ഇടുന്ന ഓരോ എഫേർട്ടും, ആ സിനിമയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ഓരോ സെക്കൻഡും ആ സിനിമ നന്നാക്കണം. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ആ സിനിമയെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. റിലീസായി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്ന ഫസ്റ്റ് ഷോ കഴിയുന്നത് വരെ ആ സിനിമ സൂപ്പർ ഹിറ്റ് ആവും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും. അത് ഇൻക്ലൂഡിങ് ആക്ടേഴ്സ്, ടെക്നീഷ്യൻസ്, ഈ സിനിമയായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ആ ഒരു പ്രതീക്ഷ ഉണ്ടാവും. പിന്നീട് അത് പ്രേക്ഷകരുടെ കയ്യിലാണ്. അവിടെയാണ് നമ്മുടെ ജഡ്ജ്മെന്റ് കറക്റ്റ് ആയിരുന്നോ തെറ്റി പോയോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പൊ ഞാൻ ലെവൽ ക്രോസിലേക്ക് വരുമ്പോൾ വളരെ കോൺഫിഡൻസിലാണ് ഞാൻ നിൽക്കുന്നത്. കാര്യം ഞാൻ ഈ പ്രാവശ്യം കൊണ്ടുവരുന്ന സിനിമ ഒരു പോയിന്റ് പോലും എനിക്കൊരു സംശയമോ അല്ലെങ്കിൽ പേടിയോ അങ്ങനെ ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാര്യം ഈ സിനിമ ഒരു നല്ല സിനിമയായിരിക്കും. ഇതിന്റെ ഒരു വിജയമെന്നോ ഇതിന്റെ ഒരു സാമ്പത്തിക വിജയം അത് ഒരിക്കലും എന്റെ കയ്യിലല്ല. അത് അങ്ങനെയല്ല സിനിമയെ ജഡ്ജ് ചെയ്യുന്നതും. നല്ലൊരു സിനിമയായിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് തീർച്ചയായിട്ടും എനിക്ക് ഉണ്ട്. പിന്നെ തലവൻ പോലൊരു വലിയ ഹിറ്റിന് ശേഷം വരുന്ന ഒരു സിനിമ എന്നുള്ളൊരു
ഒരു വലിയൊരു പ്ലസ് പോയിന്റ് കൂടെ എനിക്ക് ഈ സിനിമയ്ക്കുണ്ട്. സാധാരണ നമ്മൾ ഇത്തരത്തിലുള്ള സിനിമകൾ ഇപ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കാസ്റ്റിൽ ഒരു ചെറിയ ബഡ്ജറ്റ് സിനിമ വരുമ്പോൾ ആ സിനിമയ്ക്ക് പ്രേക്ഷകർ പ്രിഫറൻസ് കൊടുക്കുക എപ്പോഴും ഒരു സെക്കൻഡ് ചോയ്സ് എന്നുള്ള രീതിയിലാണ്. നമ്മൾ തിയേറ്ററിൽ കാണാൻ ആഗ്രഹിക്കുന്നത് വലിയ വലിയ സിനിമകൾ, ഫെസ്റ്റിവൽ മൂഡുള്ള സിനിമകളൊക്കെയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു സിനിമ വരുമ്പോൾ ഇതിന് മുന്നേ ഉള്ള സിനിമകളൊക്കെ ഒരു ക്രൈറ്റീരിയ ആയി മാറിയേക്കാം ഈ ഇത്തരത്തിലുള്ള സിനിമ കാണുന്നതിന് വേണ്ടി. അപ്പൊ എനിക്ക് ആ ഒരു കോൺഫിഡൻസും കൂടെ ഉണ്ട്. ഈ പ്രതീക്ഷ എന്നൊരു വാക്ക് അവിടെ പങ്കുവെക്കുന്നുണ്ട്. അതെ. പലപ്പോഴും ആസിഫ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, സിനിമയ്ക്ക് മുമ്പ് ഈ സിനിമയെ കുറിച്ച് സംസാരിക്കാൻ, ആ പ്രതീക്ഷയെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് പേടിയാണെന്നുള്ളത്. കാരണം ആ പറഞ്ഞ വാക്കുകളൊക്കെയും സിനിമയ്ക്ക് ശേഷം പലപ്പോഴും അത് തിരിച്ചടിയായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത് അല്ലെ. ശരിക്കും പ്രേക്ഷകരുടെ പ്രതീക്ഷ ശരിക്കും ഒരു പേടിയാണ് ആസിഫ് എന്നൊരു പേടിയല്ല, അതൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. പ്രേക്ഷകർ ഒരു സിനിമയെ വെയിറ്റ് ചെയ്യുന്നു, അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സിനിമ. ഇപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ ഉള്ള മാർക്കറ്റിംഗ് ടെക്നിക്സ് ഭയങ്കര ഡിഫറെന്റ് ആണ്. നമ്മുടെ സിനിമയെ തന്നെ ഇപ്പോൾ ട്രെയിലറിലൂടെ നമുക്ക് മിസ്ഗൈഡ് ചെയ്യാൻ പറ്റും, മാർക്കറ്റിങ്ങിലൂടെ മിസ്ഗൈഡ് ചെയ്യാൻ പറ്റും, സിനിമയുടെ മൊത്തത്തിലുള്ള ഔട്ട്ലുക്ക് നമുക്ക് മിസ്ഗൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ആളുകൾ കാണാൻ പ്രതീക്ഷിച്ചു വരുന്ന സിനിമയും നമ്മൾ കൊടുക്കുന്ന സിനിമയും രണ്ടും രണ്ടായി പോകും. അങ്ങനെ സംഭവിക്കാറുണ്ട് പല സമയത്തും. അപ്പൊ അത് അമിത പ്രതീക്ഷ വരുന്നത് ഭയങ്കര പ്രശ്നമാണ്. നമുക്ക് പല സമയത്തും നമ്മൾ കൊടുക്കുന്ന ചില പ്രോമിസസ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റാറില്ല. അപ്പൊ ഈ പ്രാവശ്യം ഞാൻ വരുന്നത് വലിയ അവകാശവാദങ്ങളൊന്നും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു നല്ല സിനിമയായിരിക്കും എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ലിൻഡ ജീത്തു, അത് ഒരുപക്ഷെ ജീത്തു ജോസഫ് എന്നുള്ള വലിയൊരു ബ്രാൻഡ് മലയാള സിനിമയ്ക്ക് സ്വന്തമായിട്ടുള്ള അതിന്റെ അഹങ്കാരം നമ്മളൊക്കെ കൂടെ കൊണ്ട് നടക്കാറുണ്ട്. അതിനൊപ്പം തന്നെ സിനിമ ചർച്ചയാകുന്ന അതേ വീട്ടിൽ നിന്ന് തന്നെ കോസ്റ്റ്യൂം ഡിസൈൻ എന്നുള്ള ബ്രാൻഡായിട്ട് മാറിയിരിക്കുകയാണ് അല്ലെ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിലും. ഒപ്പം തന്നെ ഇപ്പോ ലെവൽ ടോസിൽ എത്തി നിൽക്കുകയാണ്. അതിന് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കാണുമ്പോൾ തന്നെ സിനിമയിൽ എത്രത്തോളം പ്രതീക്ഷ വരുന്നുണ്ട് എന്നതിൽ വലിയ കാര്യം അതിന്റെ കോസ്റ്റ്യൂം ഡിസൈനർ ചെയ്തു വെച്ച വർക്കിലാണ്. ആ പേരിനൊപ്പം തന്നെ ചെയ്തു വെച്ച വർക്ക് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എത്തരത്തിൽ ചലഞ്ചിങ് ആവുന്നുണ്ട് ശരിക്കും ഈ ഒരു വേഷവിധാനം ചിത്രത്തിൽ? എനിക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളത്, ഞാൻ ജീത്തുവിന്റെ അല്ലാതെ ആദ്യം ചെയ്യുന്ന സിനിമയാണിത്. അത് സംവിധാനം കിട്ടുന്ന വലിയൊരു അപ്പൊ അതിന് അർഫാസിനോട് ആദ്യത്തെ താങ്ക്സ്. വേറൊരു സിനിമ ചെയ്ത് നമ്മുടെ സിനിമകളല്ലാതെ ആദ്യം ചെയ്യുന്ന ഒരു സിനിമയുടെ എക്സ്പീരിയൻസ് ഭയങ്കരമായിരുന്നു. അതിനൊപ്പം ഒരു വാക്ക് കൂട്ടിച്ചേർക്കേണ്ടിയിരിക്കുന്നു, നമ്മുടെ ചിത്രം അല്ലാതെ എന്ന് പറയുമ്പോഴും അതേ കുടുംബത്തിലെ ആള് തന്നെയാണ് എന്നുള്ളത്. അത് അതിലോട്ടാണ് വരുന്നത്. അർഫാസ് ഈ സിനിമയായിട്ട് വരുമ്പം ഇപ്പൊ കോസ്റ്റ്യൂമിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു കൃത്യമായ ഒരു 3 ക്യാരക്ടേഴ്സിന്, അത് ഞാൻ സിനിമയെ പറ്റി കൂടുതൽ പറയുന്നില്ല, 3 ക്യാരക്ടേഴ്സിന്റെയും അപ്പിയറൻസ് എങ്ങനെ, അല്ലെങ്കിൽ അവരുടെ ലുക്ക് എങ്ങനെ, ഈവൻ അവരുടെ ഡ്രസ്സിങ് ആ പാറ്റേൺ എങ്ങനെയെന്ന് കറക്റ്റ് ആയിട്ട് ഒരു കാഴ്ചപ്പാടുള്ള ഒരു ഡയറക്ടറായിരുന്നു. സാധാരണ എല്ലാവർക്കും, ഓൾമോസ്റ്റ് എല്ലാവർക്കും അതുണ്ട്, പക്ഷെ അത് ഇങ്ങോട്ട് കൺവേ ചെയ്യാൻ ചിലർക്ക് ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് കൺവേ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഇത് കറക്റ്റ് ആയിട്ട് കൺവേ ചെയ്തു എന്നുള്ളതാണ്. ഇങ്ങനെയാണ് ഇവരുടെ ലുക്ക്, ഇങ്ങനെയാണ് ഇരിക്കേണ്ടത് എന്നുള്ളത് ആദ്യമേ തന്നെ അത് കൺവേ ചെയ്തു. അതുകൊണ്ട് നമുക്ക് മനസ്സിലായി ആദ്യം തന്നെ. പിന്നെ പല പ്രാവശ്യം ട്രയൽ കോസ്റ്റ്യൂം, അത് ആസിഫ് ആണെങ്കിലും ആസിഫിന്റെ അടുത്ത് പോയി ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. അവിടെ ചെന്ന് നമ്മൾ ട്രയൽ നോക്കി ആദ്യത്തേത് കൊടുക്കും, വീണ്ടും അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ എല്ലാം നമ്മൾ 1-2 പ്രാവശ്യം ചെയ്ത് നോക്കും. അർഫാസ് ഒരു പെർഫെക്ഷനിസ്റ്റ് ആണ്. അതുകൊണ്ട് അർഫാസ് ഇങ്ങനെ നമ്മളെ എന്നാ ഒരു തരി പോലും വിഷമിപ്പിക്കാതെ, വേദനിപ്പിക്കാതെ, ഒരു വാക്കുകൊണ്ട് പോലും, അതായത് നമ്മളോട് പറയും നന്നായിട്ടുണ്ട്, ഇത് ഓക്കെയാണ്, എന്നാൽ കുറച്ചുകൂടെ നന്നാക്കാൻ പറ്റും, അപ്പൊ നമുക്ക് കാര്യം പിടികിട്ടും. പറയും. അപ്പൊ നമുക്ക് ചെയ്ത് കൊടുക്കാനും തോന്നും. നമ്മളോട് അങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വീണ്ടും ട്രൈ ചെയ്യും, വീണ്ടും ശ്രമിക്കും. അങ്ങനെ പുള്ളിക്ക് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഹാപ്പിയാന്ന് തോന്നുന്നു. ഇതുവരെ പറഞ്ഞിട്ടില്ലേ? എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ഇവിടെ സമ്മതിക്കത്തില്ല. ഇല്ല, നമ്മളെ കൊണ്ട് നല്ലോണം പണിയെടുപ്പിക്കും. എനിക്ക് തോന്നുന്നു ആ ക്വാളിറ്റി കിട്ടിയുള്ളത് ജിത്തു സാറിനെ തന്നെയാണോ? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ലെവൽ ക്രോസ് കടന്നു പോകാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലെ. നമുക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കും. ആ ലക്ഷ്യത്തിലേക്ക് കടന്നു നിൽക്കാൻ ഒരു പക്ഷെ മറ്റാരുടെ അനുവാദത്തിനോ മറ്റാരുടെ കടന്നു പോകലിനോ ശേഷമായിരിക്കും വരിക എന്നുള്ളത്. സത്യത്തിൽ ആദ്യ സംവിധായക സംരംഭം എന്ന് പറയുമ്പോഴും എവിടേക്ക് ഈ സ്വതന്ത്ര സംവിധാനം എത്തുന്നതിൽ കുറേയേറെ ലെവൽ ക്രോസുകൾ സംവിധായകൻ കടന്നു പോയിട്ടുണ്ടെന്നുള്ളത് ഒരു സംശയവുമില്ല അല്ലെ. ആ ടൈറ്റിൽ ആവുന്നത് പറയുന്നത് പോലൊക്കെ തന്നെ ഈ സിനിമയിലോട്ട് എത്താൻ കടന്ന ഒരു പ്രധാന ലെവൽ ക്രോസുകളൊക്കെ എന്തായിരുന്നു ശരിക്കും? പ്രധാന ലെവൽ ക്രോസ്, അത് ഞാൻ മാസ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ പഠിച്ചു കഴിഞ്ഞ് അച്ഛന് അസിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചുനാൾ ഒരു ചാനലിൽ അസോസിയേറ്റ് പ്രൊഡ്യൂസറായിട്ട് വർക്ക് ചെയ്തു.
അതൊക്കെ കഴിഞ്ഞ് ഞാൻ ആ സമയത്ത് കോൾ സെന്റേഴ്സ് ബൂം ചെയ്യുന്ന സമയമായിരുന്നു. അപ്പൊ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ബാംഗ്ലൂരിൽ പോയിട്ട് കോൾ സെന്ററിൽ ജോയിൻ ചെയ്തു. നല്ല സാലറി ഒക്കെയാണ്. അപ്പൊ അങ്ങനെ ഞാനും അതിന്റെ കൂട്ടത്തിൽ അങ്ങ് പോയി. ബാംഗ്ലൂരിൽ പോയിട്ട് നല്ല ജോലിയാ, നല്ല കാശാ, ഭയങ്കര ഈസി ലൈഫായിരുന്നു. പക്ഷെ ഓൾവേസ് വാണ്ടഡ് ടു ഗെറ്റ് ടു ഫിലിംസ്. സിനിമയിലേക്ക് വരണം എന്നുള്ളത്, തിരിച്ചു വരണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. മെയിൻ സ്ട്രീം ഇന്ത്യൻ സിനിമ, ഹിന്ദി സിനിമയിൽ വരണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ ബാംഗ്ലൂരിലോട്ട് പോകുന്നതും ഒരു മാസം വർക്ക് ചെയ്തിട്ട് നമുക്ക് ബോംബെയിലോട്ട് പോകാം എന്നായിരുന്നു. പക്ഷേ കണ്ടിന്യൂ ഡേ ഫോർ 3 years. 3 വർഷം ഈ നല്ല ഒരു സാലറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ബോംബെയിലോട്ട് പോയി സ്ട്രഗിൾ ചെയ്യാന്ന് പറയുന്നത് ഒരു വലിയൊരു ഡെസിഷൻ ആയിരുന്നു. ബട്ട് വൺ ഫൈൻ ഡേ ഐ ടുക്ക് ദാറ്റ് ഡെസിഷൻ. ഞാൻ 3 വർഷം അവിടെ ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്ന കാരണം തന്നെ ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു. ഈ ചെറിയ എന്തുവാ പ്രഷർ കുക്കറും മറ്റേ സ്റ്റൗവും ടിവിയും അങ്ങനത്തെ സാധനങ്ങളും മാട്രസും ഇതൊക്കെ കൂടിയാണ് ഞാൻ ദാദർ സ്റ്റേഷനിൽ പോയിട്ട് ഇറങ്ങുന്നത്. അന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ഇവിടുന്ന് ഇനി എങ്ങോട്ടാണെന്നുള്ള ഒരു വ്യക്തമായിട്ട് ഐഡിയ ഇല്ല. അവിടെ എനിക്ക് എൻ്റെ ഒരു കസിൻ ബ്രദർ മാത്രമേ അവിടെ ഉള്ളൂ, സിനിമയായിട്ട് ബന്ധപ്പെട്ട ആരുമില്ല. അപ്പൊ ഐ ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദ സ്ക്രാച്ച്. ഒരുപക്ഷെ മലയാളത്തിലോട്ട് തിരിച്ചു വന്നിരുന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഒക്കെ പരിചയമുണ്ട്, ഫാദറിന് അറിയാന്നുള്ള കുറച്ചുകൂടെ എളുപ്പമായിരുന്നേനെ. But I took the other way. That was a big level cross for me, I think. That I crossed. എന്നിട്ട് അവിടെ പോയിട്ട് ഒരു വലിയ ജേർണി തന്നെയായിരുന്നു. ഫസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ജോലി കിട്ടാതെയും പിന്നെ പതുക്കെ പതുക്കെ ചെറിയ ചെറിയ വർക്കൊക്കെ കിട്ടിയും. അപ്പോൾ ആ ഡിസിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. എപ്പോഴും ഒരു എഴുത്തുകാരൻ സംവിധായകനോ സിനിമയെ ചർച്ച ചെയ്യുമ്പോൾ ആദ്യം ആ കഥാപാത്രങ്ങളായിരിക്കും മനസ്സിൽ വരിക. അർപ്പസൻ സംവിധായകൻ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നു ഈ ക്യാരക്ടേഴ്സിനൊപ്പം തന്നെ ബാക്കിയുള്ള ടെക്നിക്കൽ സൈഡുകളും അല്ലെങ്കിൽ എവിടെ എങ്ങനെ ചെയ്യണം കൃത്യമായിട്ടൊരു ധാരണയുണ്ട്, ഒരു ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു വേണം പറയാൻ അല്ലെ. അത്തരത്തിൽ ഒരുപക്ഷെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ് എൻ്റെ സംഗീത സംവിധായകനെ കൊണ്ടുവരുന്നത്. സീതാറാം പോലുള്ള വലിയ ചിത്രങ്ങളുടെ സംവിധാനമാണ്. ലെവൽ ക്ലോസിലോട്ട് വരുമ്പോൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യം എത്രത്തോളം എന്നെ ഗുണം ചെയ്യുന്നുണ്ട്? അതെ, അത് ഈ നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ തന്നെ ഒന്ന് ഫസ്റ്റ് പടമായത് കാരണം എല്ലാ ഫസ്റ്റ് ടൈം ഡയറക്ടേഴ്സും ചെയ്യുന്നതായിരിക്കും, ഒത്തിരി പ്രിപ്പയർഡ് ആയിരിക്കും. ഇതിനെക്കുറിച്ച് ക്ലാരിറ്റി ഉണ്ടാകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്, എസ്പെഷ്യലി ഫോർ എ ഫസ്റ്റ് ടൈം ഫിൽം മേക്കർ. കാരണം ഹീ ഈസ് ഗോൺ ബി ജഡ്ജ് അറ്റ് എവറി പോയിന്റ്. ഒരു DOP-നോട് സംസാരിക്കുമ്പോഴും, ഒരു കോസ്റ്റ്യൂം ഡിസൈനറോട് സംസാരിക്കുമ്പോഴും, ഒരു പ്രൊഡക്ഷൻ ഡിസൈനറോട് സംസാരിക്കുമ്പോഴും ഇയാൾ ഫസ്റ്റ് ടൈം ആയിരിക്കും നമ്മൾ ആ ഒരു ഡയറക്ടറിന് ഇന്ററാക്ട് ചെയ്യുന്നത്. അപ്പോൾ എത്ര ക്ലാരിറ്റിയോടെ കാര്യങ്ങൾ നമുക്ക് ആ ടെക്നീഷ്യനോട് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്. സോ യു നീഡ് ടു ബി പ്രിപ്പയർഡ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഏത് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യാൻ ഏത് ആള് വേണം എന്നതിനെ കുറിച്ചായിരുന്നു ഫസ്റ്റ് ക്ലാരിറ്റി ഉണ്ടായിരുന്നത്. ബിക്കോസ് ഈ സിനിമ ഈ പറഞ്ഞ പോലെ ഇന്ത്യയിലെ ആദ്യത്തെ സിനിമയാണ് ട്യൂണീഷ്യ ഷൂട്ട് ചെയ്യുന്നത്. ലൊക്കേഷൻ വൈസ് ഒത്തിരി വ്യത്യാസമുണ്ട്, കഥയിലും കഥാപാത്രങ്ങളിലും വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എനിക്ക് സൗണ്ടിലും മ്യൂസിക്കിലും കൊണ്ടുവരണം എന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ മലയാളത്തിലുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് അല്ലാതെ പുറത്തുനിന്ന് ഒരു മ്യൂസിക് ഡയറക്ടറെ ട്രൈ ചെയ്യണം എന്ന് വിചാരിക്കുകയും വിശാലിനെ കോൺടാക്ട് ചെയ്യും. പുള്ളിക്ക് നറേഷൻ കൊടുത്തു, പുള്ളിക്ക് കഥ ഇഷ്ടപ്പെട്ടു, അങ്ങനെയാണ് പുള്ളി വരുന്നത്. ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഹാസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ടു പ്ലേ ഇൻ ദിസ് ഫിലിം. അസിഫ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, തുടക്കത്തിൽ എനിക്ക് പോലീസ് വേഷങ്ങൾ ചെയ്യാൻ വല്ലാതെ ഒരു കോംപ്ലക്സ് ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷെ പിന്നീട് നമുക്ക് എടുത്തു നോക്കുമ്പോൾ അസിഫ്കയുടെ തന്നെ വലിയ വിജയ ചിത്രങ്ങളിലൊക്കെയും പോലീസ് വേഷങ്ങളാണ് എന്നുള്ളത്. എവിടേക്കോ ഒരു നടൻ നിലയിൽ ഉള്ള ഒരു ബാരിയർ അല്ലെ, ഈ ഒരു പേടിയെ, ഈ ഒരു കോംപ്ലക്സിനെ എപ്രകാരമാണ് ഇത് മറികടക്കുന്നത് ശരിക്കും? അത് ഒരു ബാക്കപ്പ് കിട്ടുമ്പോഴല്ലേ, നല്ലൊരു ടീമിന്റെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണ് അങ്ങനെയുള്ള ഇൻഹിബിഷൻസ് ഒക്കെ മാറ്റാൻ പറ്റുക. ഞാൻ കുറ്റവും ശിക്ഷയും ചെയ്യുമ്പോഴാണ് ശരിക്കും എനിക്കൊരു പോലീസ് വേഷം ചെയ്യാൻ പറ്റും എന്ന്. കാര്യം അതുവരെ എന്റെ മനസ്സിൽ, ഞാൻ തലവൻ ഇന്റർവ്യൂസിലെല്ലാം ഞാൻ പറഞ്ഞിരുന്നു, അതുവരെ എന്റെ മനസ്സിലുള്ളതെല്ലാം ഈ നമ്മൾ സിനിമകളിൽ കാണുന്ന ഒരു സൂപ്പർ കോപ്പ് പരിവേഷമുള്ള പോലീസുകാരാണ്, ഭയങ്കര മസ്കുലർ ആയിട്ടുള്ള, ഭയങ്കര ഹൈറ്റും വെയിറ്റും ഉള്ള ഒരു പോലീസ് ഓഫീസർ എന്നാണ് എന്റെ മനസ്സിലുണ്ടായിരുന്നത്. കുറ്റവും ശിക്ഷയാണ് ശരിക്കും എനിക്ക് അങ്ങനെ ഒരു ധൈര്യം തന്നത്. ശേഷം കൂമൻ ചെയ്തു, അതില് ഗിരി എന്ന് പറഞ്ഞ പോലീസ് ഓഫീസർ ശരിക്കും നമ്മുടെ നാട്ടും പുറത്ത് കാണുന്ന ഒരു പോലീസുകാരനാണ് അയാള്. അയാളുടെ മാനസവും അയാളുടെ ആളുകളായിട്ട് ഇടപഴകുന്ന രീതിയും എല്ലാം. അപ്പൊ നമ്മൾ കാണുന്ന നമ്മുടെ ചുറ്റുമുള്ള പോലീസുകാരൊക്കെ അങ്ങനത്തെ ആളുകളാണ്. അപ്പൊ അതാണ് എനിക്ക് തന്നൊരു ധൈര്യം. പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ പേടിച്ച് മാറി നിന്നാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ശ്രമിക്കുമ്പോഴായിരിക്കും ചിലപ്പോ ഇത് ഇത് പിടിക്കാൻ പറ്റും എന്ന് തോന്നുന്നത്. ഈ പലപ്പോഴും സിനിമ മാറുകയാണ്, ഈ ആര് എന്നതിലല്ല എങ്ങനെ എന്നതിലേക്ക് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് അല്ലെ. ഈ വ്യക്തികളെക്കാൾ പ്രധാനം ആ സിനിമ എന്ത് സംസാരിക്കുന്നു, എത്തരത്തിൽ അത് മേക്ക് ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്കൊക്കെ നമ്മൾ അത് കണ്ടുവരുന്നുണ്ട്. എന്റെ വലിയ ഉദാഹരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ എവിടേക്കും ഇത്രയധികം ചിത്രങ്ങൾ ചെയ്യുന്നു, ഈ ഒരു സ്റ്റാർഡം, ഈ ഒരു ബ്രാൻഡ് വാല്യൂ അസിഫിക്കുണ്ട്. പക്ഷെ പലപ്പോഴും പല കഥകളെ കുറിച്ചിട്ട് ചിന്തിക്കുമ്പോൾ സംവിധായകനും എഴുത്തുകാരും പലപ്പോഴും അത്തരത്തിൽ പുതിയ പരീക്ഷണങ്ങൾക്ക് തയ്യാറാവാൻ ഇതൊരു കാരണമാണ്. ഇതിന്റെ ഒരു ഗുണവും ദോഷം എങ്ങനെ വേർതിരിച്ച് കാണുന്നു ശരിക്കും? എനിക്ക് ഇതിന്റെ ഗുണമാണ്. നമ്മൾ പല പല ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ ഇപ്പം
ഞാൻ കുറെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പൊ ഉയരയില് ഗോവിന്ദ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തത് കൊണ്ട് എനിക്ക് കിട്ടിയത് അല്ലെങ്കിൽ എന്നെ വെച്ച് സ്ക്രിപ്റ്റ് എഴുതുന്ന ഒരു റൈറ്ററിന് കിട്ടിയത് വലിയൊരു ഫ്രീഡമാണ്. കാര്യം ഞാൻ എങ്ങനെയായിരിക്കും എന്നുള്ളതിന് ഒരു പ്രഡിക്റ്റബിൾ സ്വഭാവം ഇല്ലാതാക്കാൻ പറ്റും. കാര്യം ഒരു ടിപ്പിക്കൽ ഹീറോ ഇമേജ് ഉള്ള അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ഒരു അവസാനം ഉണ്ടാവുന്ന ക്യാരക്ടേഴ്സ് മാത്രം ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇവന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് ഞങ്ങൾക്ക് അറിയാം അതെ. എന്നുള്ളൊരു മുൻധാരണ വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഈ ആ, ഉയരയ്ക്ക് ശേഷം എനിക്ക് കിട്ടിയൊരു വലിയ പോസിറ്റീവ് അതാണ്. എന്റെ ക്യാരക്ടേഴ്സ് എങ്ങോട്ട് വേണമെങ്കിലും അറിയാം. ഇപ്പൊ കൂമൻ നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണ് പല സമയത്തും വരുന്നത്. അപ്പൊ ഇയാൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിന്റെ ഒരു പ്രഡിക്റ്റബിലിറ്റി ഇല്ലാതാക്കാൻ പറ്റും. അൺപ്രഡിക്റ്റബിൾ ആയിട്ട് പോകുന്ന ഒരു അതെ. ഇതാണ്. അപ്പൊ അത് അപ്പൊ ഒരു ശരിക്കും ഇപ്പൊ അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് എക്സാമ്പിൾ ആണ് ലെവൽ ക്രോസിൽ വരുന്നത്. രഘു എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ കണ്ട് മനസ്സിലാക്കി വരുന്നതും ഇയാൾ എന്താണെന്നുള്ളതും ഈ സിനിമയിൽ ത്രൂ ഔട്ട് ഒരു ക്യൂരിയോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ. അതാ ഇതിനു മുന്നേ ചെയ്ത ക്യാരക്ടേഴ്സിന്റെ ഒരു ഔട്ട്കം ആയിരിക്കാം. ഈ അസുഖ ചെയ്ത് വെച്ച വേഷങ്ങൾ എടുത്ത് നോക്കുമ്പോൾ എത്രത്തോളം അതിന്റെ അപ്പിയറൻസ് അല്ലെങ്കിൽ ആ പറഞ്ഞ ഡയലോഗുകൾ അതിനേക്കാൾ അപ്പുറമായിട്ട് അസുഖയുടെ കണ്ണ് കണ്ടാൽ മതി ഏത് ക്യാരക്ടർ ആണ് എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റുന്ന തരത്തിലേക്ക് പ്രേക്ഷകർ വിലയിരുത്തുന്നുണ്ട്. ഈ സിനിമയിലോട്ട് വരുമ്പോൾ ലെവൽ ക്ലോസിലോട്ട് വരുമ്പോൾ ഈ ഒരു ക്യാരക്ടറിന്റെ പൂർണ്ണതയ്ക്ക് വളരെയധികം ഗുണം ചെയ്തിട്ട് അതിന്റെ മേക്കപ്പ് ആൻഡ് കോസ്റ്റ്യൂം എന്നുള്ളത് അല്ലെ. അതെ. ശരിക്കും ആ ചോദ്യത്തിന്റെ ഉത്തരം അസ്മികയിൽ നിന്ന് ഞാൻ നേരെ ലിന മാമിലോട്ട് എത്തുകയാണ്. ശരിക്കും എത്രത്തോളം റോണക് സേവിയർ എന്നത് മേക്കപ്പ് ആർട്ടിസ്റ്റും ലിൻഡ ജീത്ത് കോസ്റ്റ്യൂം ഡിസൈനറും എത്രത്തോളം അതിനെ പൂർണ്ണതയ്ക്ക് ഗുണം ചെയ്യുന്നുണ്ട് ശരിക്കും? ഇത് കാണുമ്പോ പെട്ടെന്ന് നമുക്കിപ്പോ ഒരു സാധാരണക്കാരന് പെട്ടെന്ന് തോന്നിക്കാം ഒരു പഴയ കുപ്പായവും ഒന്ന് അലമ്പാക്കിയിട്ട് ഒരു ഗെറ്റപ്പ് ഉണ്ടെങ്കിൽ രഘുനെ ആക്കാം എന്ന് തോന്നും. പക്ഷെ ഈ സ്ക്രിപ്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ഇയാളിടുന്ന ഇയാളിടുന്ന ഡ്രസ്സിന് വരെ ഒരു ക്യാരക്ടർ ഉണ്ട്, അതിനൊരു കഥയുണ്ട്. ഇയാളുടെ ഗെറ്റപ്പിന് ഇയാളിങ്ങനെ ഈ രൂപത്തിന് പിന്നിൽ ഒരു കഥയുണ്ട്. ഇയാളുടെ ക്യാരക്ടറൈസേഷനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മള് സിനിമയിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഈ കോസ്റ്റ്യൂമിലും ഈ ഗെറ്റപ്പിലും പറഞ്ഞു പോകുന്നുണ്ട്. ഇയാൾ എന്തായിരുന്നു എന്നുള്ളതിന്റെ ഉത്തരം ഇതിലൂടെയൊക്കെ കിട്ടുന്നുണ്ട്. അത് ചിലപ്പോ ഒരു മേ ബി ഒരു സെക്കൻഡ് ടൈമോ തേർഡ് ടൈമോ സിനിമ കാണുമ്പോഴായിരിക്കും ആ ഡീറ്റെയിലിങ്ങിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുക. എനിക്ക് ആക്ച്വലി ഭയങ്കര ചലഞ്ചാണ്. നമുക്ക് ഇത് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയ ഒരു ഫാൻസി ഡ്രസ് സ്വഭാവം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് ശരിക്കും എനിക്ക് ഭയങ്കര ബാധ്യതയായിട്ട് ഫീൽ ചെയ്യും. കാര്യം നമ്മൾ ഈ വിഗും ഈ പല്ലും ഒക്കെ വെച്ചിട്ട് അഭിനയിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യം നമ്മളെ ലിമിറ്റ് ചെയ്യുന്ന പോലെ ലിമിറ്റ് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള ഡീറ്റെയിലിംഗിലേക്ക് കൊടുക്കുമ്പോൾ. അത് കൊടുക്കുമ്പോൾ ശരിക്കും പൂർണ്ണത ഉണ്ടാകുമ്പോൾ തന്നെ ഇപ്പൊ നമ്മുടെ ഒരു എക്സ്പ്രഷൻസ് നമ്മുടെ മാനറിസംസ് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പോർഷൻ ആണ് അല്ലെ ഈ ചീക്കിന്റെ നമ്മുടെ ആയൊക്കെ. ഇതിന് ലിമിറ്റ് ചെയ്യോ ശരിക്കും? അതിനെ ഒരു പരിമിതപ്പെടുത്തുന്നുണ്ടോ? ലിമിറ്റ് ചെയ്യുന്ന വെച്ചാൽ ആ ക്യാരക്ടർ മാത്രമായിട്ട് കാണുന്നത്. ഇപ്പൊ ഞാൻ ഇതിന് മുന്നേ ചെയ്ത സിനിമകളും എന്റെ മാനസവും വെച്ച് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഒത്തിരി വ്യത്യാസമാണ്. പക്ഷെ ഈ ക്യാരക്ടർ മാത്രമായിട്ട് എടുക്കുമ്പോൾ അതിനൊരു പുതിയ റിസൾട്ട് ഉണ്ടാവും എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ ഇതിന് ഒത്തിരി സമയം എടുത്തിട്ടാണ് രഘുവിന്റെ ക്യാരക്ടർ നമ്മൾ ഫൈനലൈസ് ചെയ്തത്. ഈ ഗെറ്റപ്പ് റോണക്സ് തന്നെ ഒരു 3-4 വേർഷൻസ് ഓഫ് ഈ രഘു വരച്ച് ഞങ്ങൾ മേക്കപ്പ് ട്രയൽ ചെയ്ത് വളരെ സമയമെടുക്കും. കാര്യം ഇത് 32 ദിവസത്തോളം നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഗെറ്റപ്പ് ചെയ്യണം. സമയം അതായത് ഇപ്പൊ ഈ അപ്പിയറൻസ് തന്നെ എനിക്ക് എടുക്കുന്ന ഏകദേശം 1.5 മണിക്കൂറോളമാണ് മേക്കപ്പ് ചെയ്യാൻ ഒരു ദിവസം. അപ്പൊ അത് ആ സമയം നമ്മൾ കൺസിഡർ ചെയ്യണം. ഈ ത്രൂ ഔട്ട് ഷൂട്ടിന് ഞാൻ ഈ ഗെറ്റപ്പിൽ നടക്കണം. എനിക്ക് ഇപ്പൊ ലഞ്ച് ബ്രേക്കിന് പോലും ഇത് മൊത്തം റിമൂവ് ചെയ്ത് ഫ്രഷ് ആയിട്ട് വന്ന് നമ്മൾ നോർമലി ചെയ്യുന്നത് അങ്ങനെയാണ്. ഉച്ചയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രഷ് ആയിട്ടായിരിക്കും ഉച്ച കഴിഞ്ഞ് ഷൂട്ട് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മളിത് ഷൂട്ട് ചെയ്തത് ട്യൂണീഷ്യയിലായിരുന്നു. അത് അവിടുത്തെ വെതർ കണ്ടീഷൻസ് കുറെ ഫേവറബിൾ ആയിരുന്നു. ഈ പറഞ്ഞ പോലെ ഒരുപാട് വേർപ്പും ചൂടും ഒന്നും ഇല്ലാതെ ഷൂട്ട് ചെയ്യാൻ പറ്റി. പിന്നെ മൊത്തത്തിൽ പരിചയമില്ലാത്ത സ്ഥലത്ത് പോകുമ്പോൾ കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം ഉണ്ടാവും പറഞ്ഞു. ഇത് നേരെ തിരിച്ചാണ്. നമുക്ക് ചേച്ചി തന്നെ എനിക്ക് തോന്നുന്നു അപ്പുറത്തെ വീട്ടിലൊക്കെ പോയി പഴയ ഷർട്ടും പാന്റൊക്കെ എടുത്തോണ്ട് വന്നിട്ടാണ്. എന്റെ 2 അസിസ്റ്റൻസിനെ പറ്റി പറയാം. അവര് കൂടെ നിന്ന് കേട്ടോ. ഈ മാറ്റാൻ പറയുമ്പോഴും ഇതില്ല ഇതല്ല എന്ന് പറയുമ്പോഴും അവരൊരു മടുപ്പും ഇല്ലാതെ, അവരുടെ പേരൂടെ പറഞ്ഞേക്കാം, സുലൈമാൻ, കനകരാജ്, 2 പേര് അവര് ഇങ്ങനെ കൂടത്തിൽ നിന്ന് എന്നാ നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം. അവർ ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ. ഈ പറഞ്ഞ പോലെ പഴയത് ഇതിലും പുള്ളി പറയും കുറച്ചുകൂടി എന്ന് പറയും. അപ്പം നമ്മളതിന് അവരും നമ്മുടെ കൂടെ നിന്നു. പിന്നെ റോണക്സിന്റെ പറയാതിരിക്കാൻ വയ്യ. ശരിക്കും എങ്ങനെയാണോ ആ ക്യാരക്ടർ, എനിക്ക് തോന്നുന്നു വായിച്ചപ്പോ നമ്മൾക്ക് ഏകദേശം വായിക്കുമ്പോഴും ഉണ്ടായിരുന്നു ഈ ഡീറ്റെയിലിങ്. അപ്പം നമുക്കത് അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് അല്ലേ? ശരിക്കും ഇതിനകത്തൊരു സീനിൽ തന്നെ ഈ അമലയുടെ ക്യാരക്ടറും ഞാനുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ രഘുവിന്റെ അടുത്തേക്ക് വരാനുള്ള ഒരു ബുദ്ധിമുട്ട്
അമലയുടെ മുഖത്ത് വരണം എന്നുണ്ട്. അത് എന്റെ ഗെറ്റപ്പിൽ തന്നെ അത് ശരിക്കും അമലയ്ക്ക് പകുതി ഈസി ആയി. എന്റെ അടുത്തേക്ക് ഒരു പരിധി കൂടുതൽ വരാൻ ഈ സംവിധായകനോ എഴുത്തുകാരനോ ഈ കഥാപാത്രത്തെ കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ ഒരു ആക്ടറാണ് ആണ് പറയുന്നുണ്ടെങ്കിൽ ഈ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞിട്ട് അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഇതിൽ കൊടുക്കാൻ പറ്റും അല്ലെ, ഈ ചേഞ്ചസ് കൊണ്ടുവരുത്താൻ പറ്റും. ഇതിനൊപ്പം തന്നെ ഈ രൂപമാണ് വേണ്ടത് എന്ന് പറയുന്നതിൽ എവിടേക്കോ ചില പരിമിതികളുണ്ട്. ഇത് വാക്കുകളാൽ പറയാൻ പറ്റും അല്ലെ, ഒരു പക്ഷെ അതിനപ്പുറത്തേക്ക് പോകുന്നതിൽ ആ ഒരു കോസ്റ്റ്യൂം ഡിസൈനറുടെ ചിന്തകൾ കൂടി. അതാണ് അവിടെയാണ് അർഫാസിന്റെ ഒരു വ്യത്യാസം. അർഫാസ് നമുക്ക് സ്ക്രിപ്റ്റ് വായിച്ച്, സാധാരണ നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും, പിന്നെ ഡിസ്കഷൻ വെക്കുമ്പോൾ ഇപ്പം ഡയറക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കിട്ടും. ഇത് വളരെ കൃത്യമാണ്, അതായത് വളരെ ക്ലാരിറ്റിയോട് കൂടിയാണ് നമ്മളോട് പറയുന്നത്. എന്റെ രഘു ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഓരോരുത്തരും ഓരോ 3 ക്യാരക്ടേഴ്സ്, ഇവരിൽ 3-ലാണ് ഈ കഥ പോകുന്നത്, അപ്പൊ ഇങ്ങനെയാണ് എന്ന് പറയും. അപ്പൊ നമുക്കത് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളെ കൊണ്ട് ഈ പറഞ്ഞ പോലെ സാധാരണ തലേ ദിവസം ട്രയൽ നോക്കി പിറ്റേ ദിവസം ഷൂട്ട് തുടങ്ങുന്നത് അങ്ങനെയായിരുന്നു എപ്പോഴും സിനിമകൾക്ക്. സാധാരണ ഇത് അങ്ങനെയല്ല, ഇത് മാസം, എനിക്ക് തോന്നുന്നു 1 മാസം മുമ്പ് തന്നെ ട്രയൽ നോക്കി ആണ്. അതും അർഫാസിന്റെ ഒരു വലിയ പ്രശ്നവും പ്രത്യേകതയും, അർഫാസ് ഓക്കെ അല്ലെങ്കിൽ അത് മുഖത്തുണ്ട്. വാക്കുകൾ ചിലപ്പോൾ കിട്ടും. ചേച്ചി പറഞ്ഞ പോലെയാണ്, നമ്മളെ വിഷമിപ്പിക്കില്ല അർഫാസ്, പക്ഷെ അർഫാസിന്റെ മുഖത്തുണ്ട് ഞാൻ ഹാപ്പി അല്ല. നമ്മള് ഇതിന്റെ ഒരു പർട്ടിക്കുലർ പോർഷനിലൊക്കെ നമ്മൾ സിംഗിൾ ഷോട്ട്സ് കുറെ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ചിലപ്പോ 1 മിനിറ്റ് വരെയൊക്കെ ഡ്യൂറേഷൻ ഉള്ള ഷോർട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് നമ്മൾ പെർഫോം ചെയ്ത് കട്ട് പറഞ്ഞു കഴിയുമ്പോൾ ഈ ടെക്നിക്കലി ഇതെല്ലാം ഒത്തു വന്നു. അതായത് നമ്മൾ ക്യാമറ ആംഗിളും ലൈറ്റും എല്ലാം മാർക്സ്, നമ്മൾ നിന്ന പൊസിഷനിങ് എല്ലാം കറക്റ്റ് ആയി വന്നു. അപ്പൊ നമ്മളത് ഓക്കെ ആണ്, നമ്മൾ യെസ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ അർഫാസിനെ നോക്കുമ്പോൾ അർഫാസ് ഇങ്ങനെ ഒരു പകുതി മുഖമായിട്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ അതിന്റെ അർത്ഥം അർഫാസിന് അതൊന്നും കൂടെ വേണം എന്നാണ്. ഇനിയിപ്പോ ആ ഫുൾ ഡേ ആ ഒരൊറ്റ ഷോട്ടിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അർഫാസിന് ഓക്കെയാണ്. അർഫാസ് വിചാരിക്കുന്ന അർഫാസിന് കിട്ടണം. ഈ രഘുവിന്റെ ക്യാരക്ടറേക്കാൾ മുമ്പ് എനിക്കൊന്ന് ആസ്മിക പഠിച്ചത് സംവിധായകൻ അർഫാസിനെയാണെന്ന് തോന്നുന്നു അല്ലെ, കുറെ കൂടി. അർഫാസിനെ ഞാനത് നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, അർഫാസിന്റെ ഈ ലുക്കും സ്വഭാവവും സംസാരമൊക്കെ വെച്ച് ഞാനൊരു ബോളിവുഡ് റോംകോം ആണ് അർഫാസ് എന്റെ അടുത്ത് പറയാൻ പോകുന്നത്. ഒരു സിന്ദഗി നാ മിലേഗി ദോബാര പോലത്തെ ഒരു പടമായിരിക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ ഈ പടം തുടങ്ങി ആദ്യത്തെ ഒരു 2 സീൻ കഴിഞ്ഞ് രഘുവിനെ പറ്റി പറഞ്ഞു തുടങ്ങിയപ്പോ തന്നെ ഞാനിങ്ങനെ കൊള്ളാലോ എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ ഫുൾ സ്ക്രിപ്റ്റ് ഞാനൊരു 1.5 മണിക്കൂറിൽ ഇരുന്ന് കേട്ട് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, അർഫാസ് ഞാൻ പ്രതീക്ഷിച്ച ഒരു സാധനം അല്ല, പക്ഷെ ഇത് ഭയങ്കര രസമായിട്ടുണ്ട്, നമുക്കിത് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം, സ്ക്രിപ്റ്റ് റീഡിങ്ങിലേക്ക് പോവാം എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് എന്നെ ഫീഡ് ചെയ്ത രീതി, അതായത് ഈ എവറി സിംഗിൾ ക്യാരക്ടേഴ്സ്, എവറി ലൊക്കേഷൻ, എല്ലാത്തിന്റെയും ഒരു ബാക്ക് സ്റ്റോറി, ഇവരുടെ ക്യാരക്ടറൈസേഷൻ, ഇവരുടെ മാനറിസംസ്, ഇതെല്ലാം അർഫാസ് ഡീറ്റെയിൽ ആയിട്ട് വർക്ക് ചെയ്തിട്ടാണ് ഞങ്ങളുടെ അടുത്തേക്ക് ഇത് പ്രസന്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ആക്ടേഴ്സിന് പ്രത്യേകിച്ച് പണി ഭയങ്കര കുറവായിരുന്നു. ഇതിൽ ഞാൻ ഉപയോഗിക്കുന്ന ചെരുപ്പിന്റെ കണ്ടീഷനിങ് വരെ സ്ക്രിപ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മൂവി ട്രെയിലർ വരുമ്പോഴാണെങ്കിലും അതിന്റെ സോങ്ങിലോട്ട് വരുമ്പോഴാണെങ്കിലും ഈ അവ്യക്തത തുടരുന്നുണ്ട്. അതിലെന്താണ് ഇതിന്റെ ജോണറിൽ നിന്ന് ഒരു ഐഡിയ കിട്ടി വരുമ്പോൾ അതിന്റെ പാട്ട് കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ വേറെ ട്രാക്കിലോട്ട് പോവുകയാണ്. ഇപ്പൊ ഇതിലെടുത്ത് പറഞ്ഞ ഒരു ക്യാരക്ടർ ഷറഫുദ്ദീൻ എന്നുള്ളത്, ഇപ്പൊ അദ്ദേഹം ചെയ്തു വെച്ച വേഷങ്ങൾ, അദ്ദേഹം ചെയ്ത കുപ്പായങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗമായിരുന്നു എന്ന് പറഞ്ഞ പോലെ ചെയ്ത വേഷങ്ങളിലൊക്കെ നായകനായിട്ടും വില്ലനായിട്ടും കൊമേഡിയനായിട്ടും ഒക്കെ കണ്ടിട്ടുണ്ട്. ഈ ചിത്രത്തിലോട്ട് വരുമ്പോൾ ഈ അവ്യക്തത കുറെയൊക്കെ ഗുണം ചെയ്യുന്നുണ്ട്. അത് ബോധപൂർവമായിട്ടുള്ള സൃഷ്ടിയാണോ ഷറഫുദ്ദീന്റെ ഒരു കാസ്റ്റിംഗ്? ഷറഫുദ്ദീന്റെ കാസ്റ്റിംഗ് ഇറ്റ് ഈസ് ബിക്കോസ് ആ ക്യാരക്ടർ ചെയ്യാൻ ഷറഫുദ്ദീൻ ആയിരിക്കും ഏറ്റവും ആപ്റ്റ് എന്ന് തോന്നിയുകൊണ്ടാണ് അത് ഷറഫുദ്ദീൻ ചെയ്യുന്നത്. അല്ലാതെ ഷറഫുദ്ദീൻ ചെയ്ത മറ്റ് ക്യാരക്ടറുടെ ബാഗേജ് മനസ്സിൽ വെച്ചിട്ട് അല്ല കാസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു എന്താ പറയാ, ഇതൊരു ഇന്റൻസ് ഡ്രാമ ജോണറിലുള്ള സിനിമയാണ്. ഈ ക്യാരക്ടേഴ്സിന്റെ ഒക്കെ ഒരു സെക്കൻഡ് സ്കിൻ ആണ് കോസ്റ്റ്യൂംസ്. അതുകൊണ്ട് തന്നെ കോസ്റ്റ്യൂംസിന് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ലുക്ക് ഒക്കെ ഇപ്പൊ പറഞ്ഞതുപോലെ ആ ലുക്ക് നമ്മൾ ഡിസൈൻ ചെയ്ത് നമുക്ക് എക്സ്പേർട്ട് ആയിട്ടുള്ള നമ്മുടെ റോണെക്സും ലിൻഡ മാമും ഒക്കെ ലുക്ക് ഡിസൈൻ ചെയ്യുന്നത്. കാരണം ദേ ആർ എക്സ്പേർട്ട് ഇൻ ദാറ്റ് ഫീൽഡ്, സോ ദേ വിൽ ഡു ദ ഡിസൈനിങ്. പക്ഷേ ഡിസൈനിങ് ചെയ്ത സാധനം ഒരാളിലോട്ട് വരുമ്പോൾ ആ ക്യാരക്ടർ അതുമായിട്ട് സിങ്ക് ചെയ്ത് പെർഫോം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇറ്റ് മേ ലുക്ക് ലൈക്ക് ഫാൻസി ഡ്രസ്. അത് രണ്ടും ഒരുമിച്ച് പോവില്ല. അത് കാരണം ആസിഫിന്റെ പുറത്തുണ്ടായിരുന്ന ബാഗ് ഒരു ഭയങ്കര റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ രഘു നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ അപ്പിയറൻസിലുള്ള രഘുവിന്റെ സംസാരത്തിലും മാനറിസത്തിലും നോട്ടത്തിലും ബോഡി ലാംഗ്വേജിലും ഒക്കെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. And he has done a brilliant job. This is my
personal favorite film of, I mean, character that Asif has played. I mean, പുള്ളിയുടെ കരിയറിൽ തന്നെ one of the best performances ആയിരിക്കും. That's how well he has done it. I mean, പുള്ളിക്ക് ആ ബ്രീഫ് കൊടുത്തു കഴിഞ്ഞ് when he becomes the character, പിന്നെ നമുക്കൊന്നും ഫീഡ് ചെയ്യേണ്ടതില്ല. ആ രഘു അങ്ങനെയായിരിക്കും ചിന്തിക്കുക, രഘു അങ്ങനെയായിരിക്കും സംസാരിക്കുക, രഘുവിന്റെ നടത്തം പോലും സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതൊക്കെ ആസിഫ് ഡിസൈൻ ചെയ്താണ് ആ നടത്തം അങ്ങനെ നടക്കാം എന്നുള്ളത്. പിന്നെ നമുക്ക് ഓരോ സീനിലും പോയിട്ട് ഈ ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് ഫീഡ് ചെയ്യേണ്ട കാര്യമില്ല. ക്യാരക്ടർ എന്താണെന്ന് ആസിഫിന് അറിയാം, രഘു ആരാണെന്ന് ആസിഫിനോട് ചോദിച്ചാൽ ആസിഫിന് അറിയാം. കൃത്യമായിട്ട് അറിയാം. അതെ, അതുകൊണ്ട് ദാറ്റ് വാസ് ഈസി. പുതിയ സംവിധായകനാണ് ആദ്യ ചിത്രം എന്ന് പറയുമ്പോഴും അതിൽ തന്നെ ഒരു പുതിയ സിംഗറെ കൂടി പരിചയപ്പെടുത്തുന്നുണ്ട്. അത് ഭാഗ്യവശാൽ നായിക തന്നെയാണ് അല്ലെ? ശരിക്കും ഈ ചിന്തയിലേക്ക് എങ്ങനെ പോകുന്നു ഒരു സിംഗറായിട്ട് അതിന്റെ ഹീറോയിൻ തന്നെ വരണം എന്നുള്ളതിന്റെ പ്രൊമോഷനെ കുറേയേറെ ഗുണം ചെയ്യുമെന്നുള്ളതുകൊണ്ടോ ആ വ്യക്തിയിലെ ഗായികയെ തിരിച്ചറിഞ്ഞുകൊണ്ടോ എന്തായാലും? ഇല്ല, അമല പാടും എന്നറിയായിരുന്നു. അമല പാട്ടൊക്കെ പാടി കേട്ടിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അമലയോട് പറഞ്ഞു ഇങ്ങനെ ഒരു പാട്ടുണ്ട്. അപ്പൊ അമല പാടാന്ന് പറഞ്ഞു. പാടാൻ ഉദ്ദേശിച്ചത് പാട്ട് പയ്യെ പയ്യെ എന്നുള്ള സോങ് ആയിരുന്നു പാടാമെന്ന് പറഞ്ഞത്. പക്ഷെ മറ്റേ പാട്ട് ഞാൻ അയച്ചു കൊടുത്തു. മറ്റേ പാട്ട് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിരുന്നു. എന്റെ പിന്നിലെ രൂപം എന്നുള്ള പാട്ട് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് സോങ് ടു സിങ്. പക്ഷെ ഷീ വാണ്ടഡ് ടു സിങ് ദാറ്റ്. അപ്പോൾ വിശാൽ ഉണ്ടായിരുന്നു ഓൺലൈനിൽ. എന്നിട്ട് ഹി വാസ് ഗിവിംഗ് ഹർ ഗൈഡൻസ് ആൻഡ് ഷീ സാങ് ആൻഡ് ഇറ്റ് ഇസ് കം ഔട്ട് വെൽ. യെസ്. അസ്ക പലപ്പോഴും ഈ ചെയ്ത വേഷങ്ങളിൽ ഒരു പക്ഷെ അതേ രൂപത്തിൽ അതേ പ്രാധാന്യമുള്ള വേഷങ്ങൾ വരുമ്പോൾ എവിടെയൊക്കെ നമ്മൾ ചെയ്തു വെച്ച വേഷങ്ങളുടെ റെഫറൻസ് അറിയാതെ മൈൻഡിൽ വരും. പക്ഷെ അസ്കയുടെ കാര്യത്തിൽ ചില സീനിൽ ഇപ്പോൾ പ്രത്യേകിച്ച് സഹനടനായിട്ട് കുറേയേറെ ചിത്രങ്ങൾ ചെയ്താണ് വിജയേട്ടനായിട്ട് അല്ലെ, അനുരാഗരിക്കനുള്ള അച്ഛനായി, പിന്നെ അത് കഴിഞ്ഞിട്ട് വെളിമുഖയിലെ സുഹൃത്തായി, ഇപ്പൊ സഹപ്രവർത്തകനായി തലവലിൽ വരുമ്പോഴാണെങ്കിലും പലപ്പോഴും ഒരുമിച്ചുള്ള സീനുകളിൽ എവിടേക്കോ ഇപ്പൊ ഇൻസൾട്ടഡ് ആവുന്ന ഇതാണെങ്കിലും അല്ലെങ്കിൽ പലപ്പോഴും ഈ വേദനിക്കുന്ന സീനിലാണെങ്കിലും ഈ വ്യത്യാസം ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. നമ്മളൊരു നടനായിട്ട് നിൽക്കുന്ന സമയത്ത് ഇതേ സീൻ ആവർത്തിക്കുമ്പോൾ ഒരു സഹനടനെ ഇതിൽ എത്രത്തോളം നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ഇത്തരം ചേഞ്ചസ് കൊണ്ടുവരുന്നതിൽ? അത് ഇത് ഈ പറഞ്ഞതെല്ലാം ഒരു ടീം വർക്കിൽ വരുന്ന കാര്യങ്ങളാണ്, സ്ക്രിപ്റ്റിംഗിൽ വരുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഈ വെള്ളിമുങ്ങയിൽ ചെയ്തതാണെങ്കിലും കൻരാക്കരിക്കും വെള്ളത്തിൽ ചെയ്തതാണെങ്കിലും ആ ക്യാരക്ടറൈസേഷൻസ് എല്ലാം ഡിഫറെന്റ് ആണ്. അച്ഛനും മകനായിട്ട് അഭിനയിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ബീച്ചേട്ടനായിട്ടുള്ള ഒരു റാപ്പോ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ചാലഞ്ച് ഇപ്പൊ ഈ പറഞ്ഞ സിനിമകളിൽ ബീച്ചറിന്റെ കൂടെ ചെയ്തപ്പോ എനിക്ക് ഏറ്റവും ചാലഞ്ചായിട്ട് തോന്നിയ തലവൻ തന്നെയായിരുന്നു. കാര്യം ഒരു സ്റ്റേഷനിൽ ഒരു താഴത്തെ റാങ്കിലുള്ള ഓഫീസറാണെങ്കിൽ പോലും എനിക്ക് ബീച്ചേട്ടനെ എഗെയിൻസ്റ്റ് നിൽക്കുന്ന ഒരു ക്യാരക്ടർ ചെയ്യാന്ന് പറഞ്ഞപ്പോ എനിക്കും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ബിജു മേനോൻ പോലീസ് യൂണിഫോമിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ നിൽക്കാൻ ഒരു ഇച്ചിരി പണിയാണ്. കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആന നെറ്റിപ്പട്ടം കെട്ടി നിൽക്കണ പോലെയാണ് ബിജു മേനോൻ യൂണിഫോമിൽ നിൽക്കുന്നത്. അപ്പം ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളാണ് ഞാൻ പോലീസ് യൂണിഫോം ഇടാൻ. അപ്പൊ എനിക്ക് ഇടയ്ക്ക് വെച്ച് മാറിയ അപരിഷ്കൃതബോധം പിന്നീട് വന്നോ? പ്രത്യേകിച്ച് ബീച്ചറിന്റെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ഒരു സിനിമ, കാര്യം ഞങ്ങൾ രണ്ടുപേരുമായിട്ടുള്ള ഒരു വാക്കേറ്റം ആ സിനിമയിൽ ഒരു സീക്വൻസ് വരുന്നുണ്ട് ആദ്യത്തെ. അപ്പൊ ആ സീൻ വർക്ക് ആയാൽ മാത്രമേ പിന്നെ ഞങ്ങൾ തമ്മിലുള്ള ശത്രുതയും ഈഗോ ക്ലാഷും എല്ലാം വർക്ക് ആവുള്ളൂ. അപ്പൊ അതൊരു ഭയങ്കര ചലഞ്ചായിരുന്നു. പക്ഷെ അത് ആ സ്ക്രിപ്റ്റിൽ അതിനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും ഇവൻ ജിസിനാണെങ്കിലും ഒക്കെ അതിനെപ്പറ്റി കൃത്യമായ ഐഡിയ ഉണ്ടായിരുന്നു. ഒന്നും കാണാണ്ട് എന്നെ പോലെ ഒരാളെ കൊണ്ടുവന്ന് അതിന്റെ അകത്ത് ഇടൂല. അതിനുള്ള ഉത്തരം കണ്ടു കഴിഞ്ഞു, നമ്മളത് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഈ വലിയ ബിഗ് ബഡ്ജറ്റ് എന്ന് പറയുമ്പോഴും അതിൽ എത്തരത്തിൽ ഏതൊക്കെ മേഖലയിൽ ബഡ്ജറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും പലപ്പോഴും കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ഈ കോസ്റ്റ്യൂമിന് ഇത്ര പൈസയോ എന്നുള്ളത്. പ്രത്യേകിച്ച് ചർച്ച ചെയ്യാവുന്ന ഭീഷ്മപുരം പോലുള്ള ചിത്രങ്ങൾ കണ്ടുവരുമ്പോൾ വളരെ ക്യാരക്ടേഴ്സ് കുറവാണ്, ഇട്ട വേഷങ്ങൾ പറയത്തക്ക വലിയ ഇതില്ലെങ്കിലും പലപ്പോഴും പറയുന്നത് എന്തിനാണ് കോസ്റ്റ്യൂമിന് ഇത്ര പൈസ എന്നുള്ളത് അല്ലെ. ഈ ചോദ്യം എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നത് ശരിക്കും, ഈ കോസ്റ്റ്യൂമിന് എത്രത്തോളം എക്സ്പെൻസ് വരുന്നു എന്നുള്ളൊരു ചോദ്യത്തിന്? അതെനിക്കറിയില്ല, എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ കോസ്റ്റ്യൂമിനാണ് ഈ ചോദിക്കുന്നത്, വേറെ ഒരു ഏരിയയിലും ചോദിക്കുന്നില്ല. ഇപ്പം 12 കോടിയുടെയും 25 കോടിയൊക്കെ ആണെങ്കിലും കോസ്റ്റ്യൂമിന്റെ ബഡ്ജറ്റ് പറയുമ്പോൾ കോസ്റ്റ്യൂമിന് ഇത്രയോ എന്ന് ചോദിക്കുന്നത് അത് എന്തുകൊണ്ടാണെന്ന് എനിക്കും അറിയില്ല. പലപ്പോഴും അതും അതിന്റെ ഒരു ഭാഗമാണ്. ഈ സിനിമ ബഡ്ജറ്റ് കയറുമ്പോൾ കോസ്റ്റ്യൂമിനാകുമ്പോൾ മാത്രം ക്വസ്റ്റ്യൻ വരാറുണ്ട്, എന്നോടും ചോദിച്ചിട്ടുണ്ട്. ശരിക്കും ഇത് ഇപ്പൊ ഒന്നില്ലെങ്കിൽ നമുക്ക് കൂടുതൽ ആവശ്യം റീഷൂട്ട് ചെയ്യേണ്ടി വരും അല്ലെ, അല്ലെങ്കിൽ ഒരേ ക്യാരക്ടറിനെ കുറേയേറെ കോപ്പി ചെയ്യേണ്ടി വരും. ഇതിപ്പം ഇവരുടെ എനിക്ക് തോന്നുന്ന 38 ദിവസം ഉണ്ടായിരുന്നു ഷൂട്ട്, 30 days 38 ദിവസം ഉണ്ടായിരുന്നു. ഇതിനകത്ത് 1-2 കോസ്റ്റ്യൂമേ ഉള്ളൂ, പക്ഷെ അതിന്റെ കോപ്പികൾ നമ്മൾ ചെയ്യണം, അതും ഇതേപോലെ തന്നെ ചെയ്ത് വെക്കണമായിരുന്നു. അപ്പൊ അതിനൊക്കെ ഇതില് വലിയ കോസ്റ്റ്യൂമിന് ഇതായിട്ടില്ല, ബഡ്ജറ്റ് ആയിട്ടില്ല. അതെ, ഇല്ലായിരുന്നു. വേറെ സിനിമകൾക്കൊക്കെ എങ്ങനെയാകുമ്പോ വലിയ സിനിമകൾക്ക് കോസ്റ്റ്യൂമിന് ആവും. എല്ലാ തരത്തിലും എല്ലാ മേഖലയിലും കൊണ്ടും ചർച്ചകൾ സജീവമാവുകയാണ് ലെവൽ ക്രോസ്. സോ തീർച്ചയായിട്ടും ആ വിജയ ചിത്രങ്ങളുടെ തുടർച്ച അത് ആവർത്തിക്കട്ടെ. അത്തരത്തില് നെഞ്ചിലേറ്റുന്ന ഒരുപക്ഷെ അസ്ഫി തന്നെ ഒരുപക്ഷെ കുറേയേറെ കോംപ്ലിമെന്റ്സും ഫീഡ്ബാക്സ് കിട്ടിയിട്ടിലും ഇപ്പോഴും നെഞ്ചിലേറ്റ് കൊണ്ട് നടക്കുന്ന ഒരു ഇതുണ്ട്, ഉമ്മ പറഞ്ഞ വാക്കുകൾ അല്ലെ.
ആളുകളുടെ പ്രേക്ഷകരുടെ കയ്യിൽ കിട്ടുന്ന ചിത്രങ്ങൾ ചെയ്തൂടെ മകൻ എന്നുള്ള ചോദ്യം. അപ്പൊ തീർച്ചയായിട്ടും നമുക്കുള്ള എല്ലാ വേഷങ്ങളും സിനിമകളും പ്രതീക്ഷയോളം ഉള്ളത് തന്നെയാണ്. അവസാനത്തെ തിയേറ്ററിൽ എത്തുമ്പോഴുള്ള കാഴ്ചയിലാണ് അതിനപ്പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ വിജയങ്ങൾ തുടരട്ടെ. ലെവൽ ക്രൂസും അത്തരത്തിൽ വലിയ ഹിറ്റ് സംഭവിക്കട്ടെ. പുതിയ പുതിയ ചിത്രങ്ങൾ കൂടി പുതുമുഖ സംവിധാനം വരട്ടെ. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.